മരണത്തിന് നല്ല വേദനയാണ്. എല്ലാ മനുഷ്യന്മാരും ആ വേദന അനുഭവിക്കുക തന്നെ ചെയ്യും. എത്ര നല്ല മനുഷ്യനാണെങ്കിലും ആ മരണത്തിൻ്റെ വേദന അവർ അനുഭവിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഐഷബി പറയുന്നത്, നബിൻ്റെ അവസാന സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് നബി ഇങ്ങനെ കൈ മുക്കിയിട്ട് നബിൻ്റെ നെറ്റിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കാൻ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്. തീർച്ചയായിട്ടും മരണത്തിന് അസഹനീയമായ വേദനയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ ഗമറാത്തിൽ മൗത്ത്. അള്ളാഹുവെ, മരണത്തിൻ്റെ വേദനയിൽ നിന്ന് നീ എന്നെ സഹായിക്കണമേ. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരും അത് അനുഭവിക്കുക തന്നെ ചെയ്യും. വേദന ഇല്ലാതെ ആരും മരിക്കൂല. അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഈമാനുള്ള ഒരു മനുഷ്യന്റെ റൂഹ് പുറത്തേക്ക് വരുന്നല്ലേ. ഒരു കാഫിറായ മനുഷ്യന്റെ റൂഹ് നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് കൊളുത്തുള്ള കമ്പികൾ വലിച്ചെടുക്കുന്ന പോലെ മലക്കുകൾ വലിച്ചെടുക്കുന്നല്ലേ. അപ്പൊ ഈമാനുള്ള മനുഷ്യന്മാർക്ക് വേദന ഉണ്ടാവുമോ? ഈമാനുള്ള മനുഷ്യന്മാർക്കും വേദന ഉണ്ടാക്കും. എല്ലാവർക്കും ആ വേദന ഉണ്ടാക്കും. ആ പറഞ്ഞത് എന്താണ്? കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ റൂഹ് പുറത്തു വരിക എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ്? അതൊരു മനുഷ്യന്റെ അവസാനത്തെ നിമിഷം, അവസാനത്തെ ഘട്ടം, ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തു വരുന്നതിനെ പറ്റിയിട്ടാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പുള്ള വേദന അത് എല്ലാവരും അനുഭവിക്കും. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുഭവിച്ചിട്ടുണ്ട്. ആ അവസാനത്തെ വേദന ഉണ്ടല്ലോ, അത് ഈമാനുള്ള മനുഷ്യന് അവന്റെ പദവികൾ ഉയർത്താനുള്ള അവസരമാണ്. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു ഒരുക്കിയിട്ടുള്ളതാണ്. കാഫിറായ മനുഷ്യനോ അയാൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ശിക്ഷയാണ് അത്. അള്ളാഹു നമ്മളെല്ലാവരെയും നല്ല മരണത്തിന്റെ ഉടമകളാക്കി മാറ്റട്ടെ. അതിനെ പറ്റിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്, വന്നാസിആതി ഗർഖ വന്നാശിതാതി നഷ്താ. ഒരു ദയയും കാണിക്കാതെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ റൂഹിനെ വലിച്ചെടുക്കുന്നവർ, അതുപോലെ തന്നെ വളരെ സാവകാശം ആ റൂഹിനെ പുറത്തെടുക്കുന്ന മലക്കുകളെ പറ്റിയിട്ടും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. ഒരു നല്ല മനുഷ്യന്റെയും ചീത്ത മനുഷ്യന്റെയും അടുക്കലേക്ക് മലക്കുകൾ വരുന്നതും അവസാന സമയത്ത് അവരോട് മലക്കുകൾ സംസാരിക്കുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സഹാബിയുടെ ജനാസ പിന്തുടരാൻ. അങ്ങനെ ആ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. ഖബറിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് സംസാരിക്കുന്നു, കഅന്ന അലാ റൂസിന തയ്ർ. ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണോ ഇരിക്കുക, ആ പക്ഷി പാറിപ്പോകാതിരിക്കാൻ എങ്ങനെയാണോ ഞങ്ങൾ ഇരിക്കുക, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് ഈമാനുള്ള ഒരു മനുഷ്യന്റെ അരികിലേക്കും കാഫിറായ ഒരു മനുഷ്യന്റെ അരികിലേക്കും മലക്കുൽ മൗത്തും കൂട്ടരും വരുന്നതിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നൽ അബ്ദൽ മുഅ്മിൻ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹ്. ഈമാനുള്ള ഒരു മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വരിക പ്രകാശിക്കുന്ന മുഖങ്ങളുമായിട്ടാണ്. കഅന്ന വുജൂഹഹും അശ്ശംസ്. അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ്. അങ്ങനത്തെ മുഖങ്ങളുമായിട്ടാണ് മലക്കുകൾ ഈമാനുള്ള ഒരാളുടെ അടുക്കലേക്ക് വരിക. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന. അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവകൾ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. വഹനൂതുൻ മിൻ ഹനൂതിൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും അവരുടെ കൂടെ ഉണ്ടാകും. എന്നിട്ട് ഈ മരണാസന്നനായ ആളുടെ അടുക്കൽ അയാളുടെ കണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് മലക്കുകൾ ഇരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് വന്നിട്ട് അയാളോട് സംസാരിക്കാണ്, അയ്യതുഹൻ നഫ്സു തയ്യിബ. നല്ല റൂഹിന്റെ ഉടമയായ മനുഷ്യനെ വിളിക്കാൻ,
ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും നീ പുറത്തേക്ക് വാ. മലക്കുൽ മൗത്ത് അയാളുടെ തലയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫീ സിഖാ, അപ്പോൾ ഒരു കൂജയുടെ വായിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ആ റൂഹ് പുറത്തേക്ക് വരും. അത് അവസാനത്തെ നിമിഷത്തിൽ നടക്കുന്ന കാര്യമാണ്. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ആ കഫൻ പുടവയിൽ ആ റൂഹിനെ അവര് പൊതിയും. എന്നിട്ട് മലക്കുകൾ ആ റൂഹിനെയും കൊണ്ട് ആകാശത്തേക്ക് കയറിപ്പോകും. 7 ആകാശം വരെ ആ ഈമാനുള്ള മനുഷ്യന്റെ റൂഹ് യാത്ര ചെയ്യുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് റൂഹിനെ പിടിക്കുന്ന സമയത്ത് കണ്ണതിനെ പിന്തുടരും. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്നിടത്തേക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അബൂ സലമയുടെ കണ്ണ് ഓപ്പൺ ആണ്, തുറന്നിരിക്കുകയാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണുകൾ അടച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇന്ന റൂഹ ഇദാ ഖുബിദ തബിഅഹുൽ ബസർ, റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കണ്ണ് ആ റൂഹിനെ പിന്തുടരും. അങ്ങനെ 7 ആകാശങ്ങൾ വരെ ആ മനുഷ്യന്റെ റൂഹ് എത്തുന്നാൻ. മലക്കുകളുടെ മുമ്പിലൂടെ ഈ റൂഹ് കടന്നു പോകുമ്പോൾ അവർ ചോദിക്കും, മഹാദ റൂഹ് തയ്യിബ്, ഇതേതാണ്, ഈ നല്ല റൂഹ് ഏതാണ്? അപ്പൊ അവർ പറയും, ഫുലാൻ ബിൻ ഫുലാൻ. ദുനിയാവില് ആ മനുഷ്യൻക്കുള്ള നല്ല പേര് വെച്ചിട്ട് ആ റൂഹിനെ മലക്കുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. നമ്മള് കുട്ടികൾക്കും മക്കൾക്കൊക്കെ പേര് വെക്കുമ്പോൾ നല്ല പേര് വെക്കുക, ആ പേരാണ് മലക്കുകൾ പറയുക. ആ പേര് വെച്ചിട്ടാണ് ആഖിറത്തിൽ ആ മനുഷ്യനെ വിളിക്കുകയും ചെയ്യുക. എന്നിട്ട് അള്ളാഹു അവരോട് പറയും, ആ മനുഷ്യന്റെ പേര് നിങ്ങൾ ഇല്ലിയീൻ, ആ രേഖയിൽ രേഖപ്പെടുത്തുക. വഅഈദു അബ്ദി ഇലൽ അർദ്, എൻ്റെ അടിമയെ നിങ്ങൾ ദുനിയാവിലേക്ക് തന്നെ, ഭൂമിയിലേക്ക് തന്നെ മടക്കുക. ഫഇന്നി മിൻഹാ ഖലഖതുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ, ആ മണ്ണിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ മണ്ണിലേക്ക് തന്നെ നാം അവനെ മടക്കും, ഇനി അതിനുശേഷം അവൻക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇതാണ് ഈമാനുള്ള മനുഷ്യന്റെ അവസ്ഥ. കാഫിറായ ഒരു മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വരുന്നത് സൂദുൽ വുജൂഹ്, കറുത്ത മുഖങ്ങളുമായിട്ടാണ് വരിക. മഅഹും ഉസൂഹ്, അവരുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള കരിമ്പടയുണ്ടാകും. എന്നിട്ട് മലക്കുൽ മൗത്ത് ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്നിട്ട് സംസാരിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, ചീത്ത റൂഹുള്ള ആ മനുഷ്യനോട് മലക്കുൽ മൗത്ത് സംസാരിക്കാൻ, ഉഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹി വഗളബിൻ, അല്ലാഹുവിന്റെ കോപത്തിലേക്കും അല്ലാഹുവിന്റെ വെറുപ്പിലേക്കും വേണ്ടിയിട്ട് നീ പുറത്തു വാ. ആ മനുഷ്യനെ വിളിക്കുന്ന കോലം തന്നെ നോക്കി നിങ്ങൾ. എന്നിട്ട് അയാളുടെ റൂഹിനെ പുറത്തെടുക്കും. എങ്ങനെ? കമാ യുൻതസഉ സഫൂദു മിനസ്സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് കൊളുത്തുള്ള കമ്പി വലിച്ചെടുക്കുന്നത് പോലെയാണ് ആ മനുഷ്യന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് വലിച്ചെടുക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ റൂഹ് ചീഞ്ഞ് നാറുന്നുണ്ടാകും. ഈമാനുള്ള മനുഷ്യന്റെ റൂഹ് പുറത്തെടുത്ത് മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ അതിന്റെ സുഗന്ധവും പരിമളവും ഭൂമിയിൽ പരക്കുന്നതാണ്. കാഫിറായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകുമ്പോൾ ആ റൂഹ് ചീഞ്ഞ് നാറുന്നുണ്ടാകുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ റൂഹിന്റെ യാത്ര 1ാമത്തെ ആകാശം വരെ ഉള്ളൂ, ദുനിയാവിനോട് അടുത്ത് നിൽക്കുന്ന ആകാശം വരെ ഉള്ളൂ. അവിടെ എത്തുമ്പോൾ വാതിൽ തുറക്കാൻ പറയും, വാതിലുകൾ തുറക്കപ്പെടൂല. ഫലാ യുഫ്തഹു ലഹു, ആകാശത്തിന്റെ വാതില് ആ ചീത്ത റൂഹിന് വേണ്ടി തുറക്കപ്പെടൂല. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ ആ ചീത്ത റൂഹിന്റെ മുമ്പിൽ മലക്കുകൾ തുറന്നു കൊടുക്കൂല. അള്ളാഹു പറയും, സിജ്ജീൻ, കാഫിറുകളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ആ രേഖയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ മനുഷ്യന്റെ പേര് രേഖപ്പെടുത്തുക. അപ്പൊ ഇതിൽ ഏത് മടക്കായിരിക്കും നമ്മുടെ മടക്കം? രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കുമല്ലോ. ഏതായിരിക്കും നമ്മുടെ മടക്കം എന്ന് നമ്മൾ ആലോചിക്കുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് മലക്കുകൾ വിളിക്കുമ്പോൾ അത് നമ്മളോടുള്ള വിളിയായിരിക്കും. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുമായിട്ട് മലക്കുകൾ വരുന്നത് നമ്മുടെ അവസാന നിമിഷത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടകളുമായി വന്ന് നമ്മുടെ റൂഹിനെ മലക്കുകൾ സ്വീകരിക്കുമോ? സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം നമ്മുടെ റൂഹിന് അനുഭവിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കുക. ഈ 2 ആൾക്കാർക്കും ആ റൂഹ് അല്ലാഹു തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈമാനുള്ള മനുഷ്യന്മാർക്കും കാഫിറായ മനുഷ്യന്മാർക്കും
അവരുടെ റൂഹിനെ അള്ളാഹു തിരിച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈമാനുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് അള്ളാഹു റൂഹിനെ തിരിച്ചു കൊടുക്കും. അയാൾ ഖബറിലാണ്. ഫയക്തിഹി മലക്കാൻ, എന്നിട്ട് അവന്റെ അരികിലേക്ക് 2 മലക്കുകൾ വരും. ആ മനുഷ്യനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് ആ മലക്കുകൾ അവനോട് സംസാരിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? അപ്പൊ ഈമാനുള്ള മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിച്ച് നല്ല നിലക്ക് ജീവിച്ച ആ മനുഷ്യൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളാഹുവാൻ. മാ ദീനുക, അവരുടെ രണ്ടാമത്തെ ചോദ്യം, എന്താണ് നിന്റെ ദീൻ? ദീനി അൽ ഇസ്ലാം. ഈമാനുള്ള മനുഷ്യൻ മറുപടി കൊടുക്കും, എന്റെ ദീൻ ഇസ്ലാമാണ്. അവരുടെ മൂന്നാമത്തെ ചോദ്യം, മാ ഹാദ റജുലു ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ മനുഷ്യനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹുവ റസൂലുള്ളാഹ്, അത് അല്ലാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് മലക്കുകളുടെ ചോദ്യം, വമാ ഇൽമുക, ഇതൊക്കെ എനിക്ക് എങ്ങനെ മനസ്സിലായത്? അപ്പൊ അയാൾ പറയും, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, അള്ളാഹുവിന്റെ കിതാബ് ഞാൻ ഓതി, ആ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചു, അത് ഞാൻ സത്യപ്പെടുത്തി. അപ്പൊ ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, ആ അടിമ പറഞ്ഞത് സത്യമാണ്. ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പ് നിങ്ങൾ അയാൾക്ക് വിരിച്ചു കൊടുക്കുക. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ അയാളെ ധരിപ്പിക്കുക. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വാതിൽ നിങ്ങൾ അയാൾക്ക് തുറന്നു കൊടുക്കുക. അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും പരിമളവും അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. അയാളുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കും. വയഅ്തീഹി റജുലുൻ ഹസനുൽ വജ്ഹ്, നല്ല സുന്ദരനായ നല്ല മുഖമുള്ളൊരു മനുഷ്യൻ അയാളുടെ അരികിലേക്ക് വരും. ഹസനുൽ സിയാബ്, നല്ല വസ്ത്രമാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. ത്വയ്യിബുർ റീഹ്, അയാൾ നല്ല സുഗന്ധമാണ് പുറത്തു വരുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് സംസാരിക്കുകയാണ്, അബ്ശിർ ബില്ലദീ യസൂഖുക, നിങ്ങൾ സന്തോഷിക്കുക. ഹാദാ യൗമുകൽ ലദീ കുൻത തുഅദ്, ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ദിവസം. അയാൾ ചോദിക്കും, മൻ അൻത, നിങ്ങൾ ആരാണ്? അപ്പൊ ആ മനുഷ്യൻ പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സുഹൃത്തുക്കളാണ്, നീ ചെയ്ത നന്മകളാണ്. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബി അഖിമിസ്സാഅ, റബ്ബി അഖിമിസ്സാഅ, അള്ളാഹുവെ പെട്ടെന്ന് നീ ഖിയാമത്ത് നടത്തണേ, പെട്ടെന്ന് അന്ത്യസമയം വരണേ എന്ന് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവുമോ? നമ്മൾ ആലോചിക്കുക. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. കാഫിറായ മനുഷ്യന്മാരുടെ അടുക്കലേക്കും ഇതേപോലെ മലക്കുകൾ വരും. അവർ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? അപ്പൊ അയാൾ പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയൂല. അയാൾ നിലവിളിക്കാൻ. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് മെഴുകാനും ഇസ്ലാമിനെ ചീത്ത പറയാനും അള്ളാഹുവിനെ ചീത്ത പറയാനൊക്കെ നല്ല രസമാണ്. ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ആ ചുരുക്കൊന്നും ഉണ്ടാവില്ല. മലക്കുകൾ ചോദിക്കും, മാ ദീനുക, എന്താണ് നിന്റെ ദീൻ? അയാൾ വീണ്ടും കരയാണ്, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് ചോദിക്കും. അപ്പോഴും പറയും, എനിക്കറിയില്ല. അപ്പൊ മലക്കുകളുടെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള ചുറ്റികയുണ്ട്. ആ ചുറ്റിക കൊണ്ട് ആ മനുഷ്യനെ മലക്കുകൾ അടിക്കുന്ന പറഞ്ഞത്. ആ മനുഷ്യന്റെ കരച്ചില് ചുറ്റുള്ളവർക്കൊക്കെ കേൾക്കാൻ പറ്റും. ഇല്ല സഖലൈൻ, ജിന്നുകൾക്കും മനുഷ്യന്മാർക്കും ആ അട്ടഹാസം കേൾക്കാൻ പറ്റൂല. ഓർക്കത് കേൾക്കാൻ കഴിയില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അത് കേൾക്കാൻ പറ്റുന്ന. ഈ കാഫറായ മനുഷ്യന്റെ ഖബറിലേക്ക് ചീത്ത മുഖമുള്ള വൃത്തികെട്ട വസ്ത്രം ധരിച്ച ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ വരും. എന്നിട്ട് അയാൾ പറയും, നീ ദുഃഖിച്ചു കൊള്ളുക, ഇതാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ദിവസം. അയാൾ ചോദിക്കും, മൻ അൻത, നിങ്ങൾ ആരാണ്? അന അമലുകൽ ഖബീസ്, ഞാൻ നീ ചെയ്ത തെറ്റുകളാണ്, നിന്റെ പാപങ്ങളാണ്, നിന്റെ തിന്മകളാണ്. അപ്പൊ ആ മനുഷ്യൻ പറയുന്നതാണ്, റബ്ബിലാ തഖ്മിസ്സാഅ, അല്ലാഹുവേ ഇപ്പോഴൊന്നും ഖിയാമത്ത് വേണ്ട, അല്ലാഹുവേ ഇപ്പോഴൊന്നും ഖിയാമത്ത് നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അത് നമ്മുടെ വിലാപമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക.